ചെറിയ വില, വാറന്റി ഒക്കെ വാറന്റി ഉള്ള വണ്ടികളാണ്. റേറ്റ് എത്ര? ബുക്കിംഗ് ആയിട്ടുണ്ട്. ഏതാണ് ഇതോ? നമ്മൾ ഇന്നലെ കാണിച്ചോണ്ട് 2019 വണ്ടി, 19 എയർ ബാഗ് വരുന്ന 285 അത് ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ വാഗണർ, ഐ മീൻ ഓൾട്ടോണറുകൾ ഉണ്ട് രണ്ട് സൈഡിലായിട്ട്. ഏകദേശം 1 ലക്ഷം രൂപ വിലക്കുറവിലാണ് ഈ ഒരു പോളോന് ഇവിടെ റേറ്റ് ഇട്ടിട്ടുള്ളത്. അടിപൊളി മേളയെ കൊണ്ട് തന്നെ അടിപൊളി ഓഫേഴ്സ് ആണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഏറ്റവും ലാഭകരമായിട്ട് ഒരു ന്യൂ കാർ മേടിക്കാൻ പറ്റുന്ന മാസം എന്ന് പറയുന്നത് ഡിസംബർ ആണെങ്കിൽ, അതേപോലെ യൂസ്ഡ് കാർ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് പറ്റിയ മാസമാണ് മാർച്ച്. മൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം മൈക്കിന് എന്താ പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇന്ന് മേടിച്ചിട്ടേ ഉള്ളൂ. ക്യാമറ അടിച്ചു കഴിഞ്ഞിട്ട്, മൈക്കും അടിച്ചു കഴിഞ്ഞിട്ട്, ഫുള്ള് സെറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമസ്കാരം, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ പറയുന്ന ഒരു ഇൻട്രോ അല്ല, കുറേ ദിവസമായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് മൈക്ക് പോയിട്ടുണ്ട്, ക്യാമറ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് സെറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പോട്ടെ, പണം പോട്ടെ, പവർ വരട്ടെ. ഒരു യൂസ്ഡ് കാർ എടുക്കാൻ വേണ്ടി ഏറ്റവും ലാഭകരമായിട്ടുള്ള മാസം എന്ന് പറയുന്നത് മാർച്ച് മാസമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മേളകളെ പറ്റി ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു മേള തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പുളിക്കൽ അങ്ങാടിയാണിത്. നേരെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മലപ്പുറം പുളിക്കലുള്ള ലാൻഡ്മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മുന്നത്തെ മേളയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വീണ്ടും ഈ ഒരു മാസം ഒരു മേളയായിട്ട് വന്നിട്ടുണ്ട്. പുറകിൽ കാണുന്ന ഗ്രൗണ്ട് പകുതി മുക്കാലും കാലിയാണ്. പക്ഷേ നിലവിലിവിടെ ഏകദേശം 40ൻ്റെ അടുത്ത് വണ്ടികൾ റെഡി സ്റ്റോക്ക് ഉണ്ട്. 200ഓളം വണ്ടികളാണ് ഇവിടെ കളക്ഷൻ അവർ പ്രതീക്ഷിക്കുന്നത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം വരെ മാർക്കറ്റ് റേറ്റ് ആയിട്ട് ഗ്യാപ്പ് ഉള്ള വണ്ടികളുണ്ട്. വില കൂടുതലായിട്ടുള്ള വണ്ടികൾ നോക്കിയപ്പോൾ കാര്യമായിട്ട് കണ്ടിട്ടില്ല. ഇനി കാണുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിന് പുറമെയായിട്ട് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികൾ ഓതറൈസ്ഡ് ഡീലർഷിപ്പ് അല്ലാത്തതിനെ കൊണ്ട് ഇവിടെ ഗ്യാരണ്ടി കിട്ടുന്നുണ്ടാവില്ല. മാക്സിമം ചെക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇതിനൊക്കത്തിന് പുറമെയായിട്ട് എല്ലാവരും നോക്കുന്ന വേറൊരു കാര്യമുണ്ട്, വാല്യൂ ഫോർ മണി അഥവാ വില കുറവുണ്ടോ എന്നുള്ള കാര്യം. അതിവിടെ എഷേർഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഓരോ വണ്ടികൾ പരിചയപ്പെട്ടു തുടങ്ങാം. വണ്ടികളുണ്ടോ? ഈ പ്രാവശ്യം ഒരുപാട് ഫുൾ ലോൺ സ്കീമാണ് നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വണ്ടികളിൽ ഏറ്റവും കൂടുതൽ ഫുൾ ലോൺ വണ്ടികൾ. ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്, പ്രീമിയം വണ്ടികളുണ്ട്, എല്ലാ വണ്ടികളും ലക്ഷറി വണ്ടികൾ ഇറക്കുന്നുണ്ട് ഇപ്രാവശ്യം. കാണുന്നുണ്ട് എല്ലാ വണ്ടികളും ഉണ്ട്. സെമി ലക്ഷറി സെഗ്മെന്റിൽ 2 ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. എന്നാ മേള ശരിക്കും തുടങ്ങുന്നുണ്ടാവും? അപ്പോൾ നമുക്ക് 10-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും. 10-ാം തീയതി മുതലാണ് മേള സ്റ്റാർട്ട് ചെയ്യുന്നത്. 10-ാം തീയതി തന്നെ വരുന്ന ഞായറാഴ്ച മുതൽ ഇവിടെ പരിപാടി ഉണ്ടാവും. അതിന് മുന്നേ ഇവിടെ ഏതെങ്കിലും വീഡിയോ കണ്ട ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാം. വണ്ടി കൊടുക്കാനല്ലേ. ടിഗോർ XT-KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. ഇത് വേരിയന്റ് ഏതാ വരുന്നത്? XT ആണോ? XT, അതെ. XT എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ്റെ അകത്ത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോസ് നമുക്ക് സാധാരണ ടിയാഗോയിലൊക്കെ കാണുന്നത്. ടിഗോറിലേക്ക് വരുന്നവർ സെയിം 1.2 ലിറ്റർ റെവട്രോൺ എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നത്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് സാവിക? കിലോമീറ്റർ 60,000 ഓടിയിട്ടുണ്ട്. 60,000 ഓടിയിട്ടില്ല, 50,887 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ, വണ്ടി വന്നിട്ടേ ഉള്ളൂ അല്ലേ? അതെ അതെ. സ്റ്റിയറിംഗ് ഫംഗ്ഷൻസ് അഡീഷണൽ ആയിട്ട് 2017 ടിഗോറിൽ വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നില്ല. ഇന്റീരിയർ അത്യാവശ്യം നീറ്റാണ്. വണ്ടി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടിയാ. അതെ. 2017 ഐ മീൻ ടിഗോർ. ഗ്ലാസ് എന്തോ മാറിയിട്ടുണ്ട്. ഗ്ലാസ് എന്തോ മാറിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഓണർഷിപ്പ് എത്ര വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പിലായിരുന്നു. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഏകദേശം 15 റേഞ്ചിന് താഴെയായിട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും. കമ്പനി ടിയാഗോനൊക്കെ ഇതേ എഞ്ചിനിൽ പറയുന്നത് 17 ആണ്. അപ്പോൾ ഈ ഒരു ടിഗോറിന് റേറ്റ് എത്ര വരുന്നത്? 3.4 വരുന്നുള്ളൂ. ഫുൾ ലോൺ ചെയ്യാം. 3.4 വരുന്നുള്ളൂ. ഫുൾ ലോണ് അതിന് മുകളിൽ കിട്ടും. മാക്സിമം ട്രൈ ചെയ്യാം. ക്യാഷ് ബാക്ക് എന്തെങ്കിലും സ്കീം, ലോണ് ചെയ്യാം നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? പോളോ GT ഡീസൽ എഞ്ചിൻ. GT ഡീസലിലേക്ക് വരുന്നേരം മാനുവൽ ആയിരിക്കും ട്രാൻസ്മിഷൻ. 19 മോഡൽ അല്ലേ? GT TDI ആണ്. 1.5 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും. ശരാശരി നമുക്ക് ഏകദേശം 15 ലിറ്ററിന് അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് റിവേഴ്സ് സെൻസേഴ്സ് കാണുന്നുണ്ട്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ എല്ലാം കാണുന്നുണ്ട്. ഹൈലൈനിലൊക്കെ കാണുന്ന പോലെ തന്നെ OE alloy വീൽസ് ഈ ഒരു ഗ്രാൻഡ് ടൂറർ പോളോയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇന്റീരിയേഴ്സ് നിലവിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ്. സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫീച്ചർ സൈഡിൽ ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ ബാക്കിൽ ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ കാണുന്നില്ല.
15 റേഞ്ചിലാണ് മൈലേജ് കിട്ടുന്നുണ്ടാവുക. നിലവിൽ മീറ്ററിൽ 57,000 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. 19 മോഡല് പോളോ 50,000 കിലോമീറ്റർ ഡീസൽ എന്ന് പറയുന്ന നേരം വിശ്വസിക്കാൻ പറ്റുന്ന കിലോമീറ്റർ ആണോ, ഒറിജിനൽ കിലോമീറ്റർ ആണോ? കമ്പനി ഹിസ്റ്ററി ഉണ്ട്. കമ്പനി ഹിസ്റ്ററിലെ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയാത്ത രീതിയിൽ നല്ല വണ്ടിയാണ്. ക്വാളിറ്റിയുള്ള വണ്ടി. നിങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് 1 ലക്ഷം രൂപ റേറ്റ് നമ്മൾ മാർക്കറ്റ് റേറ്റിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. 8.5 ലക്ഷം രൂപ ചോദിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഇതിനിവിടെ ഓഫർ സെയിൽ 7.5 ചോദിക്കുന്നുള്ളൂ. മാക്സിമം കുറച്ചും കൊടുക്കും. സാധാരണ ഈ ഒരു പോളോന്റെ വീഡിയോ കാണുന്ന നേരം കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാവും വണ്ടിക്ക് എന്തത്ര വില എന്നുള്ളത്. സാധാരണ നമ്മൾ പോളോ 19 ഒക്കെ നമ്മൾ 6-നും 7-നും ഒക്കെ കാണാറുണ്ടല്ലോ എന്നുള്ളത്. ഇത് പോളോ GT ആണ്. ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ വണ്ടിക്ക് ഏകദേശം 11.5-12 താഴെയായിട്ട് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിനിവിടെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4-5 വർഷം കൊണ്ട് റേറ്റ് ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്ത് കുറഞ്ഞിട്ടുണ്ട്. കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പോളോ ഇപ്പൊ നിലവിൽ ഡിസ്കണ്ടിന്യൂഡ് ആണ്. 7.5 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. നിലവിൽ പോളോ ഡിസ്കണ്ടിന്യൂഡ് ആണ് എങ്കിൽ പോലും മാർക്കറ്റ് ഉണ്ട്. കാരണം ഇത് ലോ കിലോമീറ്റർ പോളോ നിലവിൽ കിട്ടാനില്ല. ഡിസ്കണ്ടിന്യൂഡ് മോഡലാണ്. പോളോ കംപ്ലീറ്റ് ആയിട്ട് പർച്ചേസ് ആണ് ഇപ്പൊ GT വരുന്നത്. എടുക്കുന്ന ആൾക്ക് വേറെ പണിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. നല്ല വണ്ടിയാണ്. താക്ക് നമ്മൾ ലോൺ ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര നമുക്ക് ലോൺ കിട്ടുന്നുണ്ടാവും? ഫുൾ ലോൺ ചെയ്യാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുള്ള് ചെയ്യാം. ഫുൾ ലോണിന്റെ മുകളിൽ വരൂലേ? മുകളിൽ കിട്ടും. ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും? ഒരു 8-8.5 രൂപയൊക്കെ വാല്യൂഷൻ ഉള്ള വണ്ടിയാണ്. 8.5 ലക്ഷം വാല്യൂഷൻ വരുന്ന വണ്ടി എന്ന് പറയുന്നത് എങ്ങനെയല്ല 50,000 പുറത്ത് ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ, 7.5 കുറച്ച് കൊടുക്കും. ഓക്കെ, സാഗോ മേളനകത്തുള്ള കുറച്ച് ഹൈലൈറ്റ് സ്റ്റോക്കിൽ വരുന്ന 16 ആസ്റ്റ ഓപ്ഷനിൽ ആസ്റ്റ I20 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് നമുക്ക് 4.25 ലക്ഷം രൂപ കൊടുക്കാം. 4.25 2016 I20 ആസ്റ്റ പെട്രോൾ ആണോ ഡീസലാണോ? ഡീസൽ അല്ല പെട്രോൾ. ഉറപ്പിച്ചില്ലേ? ഇനി മാറില്ലല്ലോ. പെട്രോൾ വണ്ടിയാണ്. ഫുൾ ലോൺ അതിന്റെ മുകളിൽ എന്ത് കിട്ടും? ഫുൾ ലോൺ ആണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഫുൾ ലോൺ I20 പെട്രോൾ പ്രൊഫൈൽ കസ്റ്റമറാണ് ക്യാഷ് ബാക്ക് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഹോണ്ടന്റെ ബ്രയോ ആണ്. KL 64 എവിടെയാ? KL 64 തെക്കൻ ഭാഗമാണെന്ന് തോന്നുന്നു. മറ്റേ ഇവിടെ അല്ല, തൃശ്ശൂർ ഭാഗമല്ല, അറിയില്ല, എനിക്കറിയില്ല. ആഫ്റ്റർ മാർക്കറ്റ് LIC ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഏതാ നോക്കുകയാണെങ്കിൽ 1.2 ലിറ്റർ വരുന്ന VX എന്നുള്ള അന്നത്തെ ഫുൾ ഓപ്ഷൻ ZS ആണെന്ന് എൻ്റെ ഓർമ്മയിലുള്ളത്. VX ആണ് വേരിയന്റ് വരുന്നത്. VX-ൻ്റെ അകത്ത് തന്നെ എയർ ബാഗ് വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് ഫങ്ഷൻസ് ഉണ്ട്. 2 എയർ ബാഗ് ആയിരിക്കും. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? CVT അല്ലേ ട്രാൻസ്മിഷൻ? CVT ട്രാൻസ്മിഷൻ ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ടാവും. 11-13 റേഞ്ചിൽ 1.2 ലിറ്ററിൽ നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്നേരം മൈലേജ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വണ്ടി റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? അപാകതൊന്നുമില്ല. നല്ല വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ ബ്രയോ കിലോമീറ്റർ 1 ലാഖിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. 1 ലാഖിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണോ? കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി. ഹോണ്ടയുടെ എഞ്ചിനാണ്. ഗിയർ ബോക്സ് ഒക്കെ എന്താ അവസ്ഥ? നല്ല കണ്ടീഷനിലാണോ? നല്ല കണ്ടീഷൻ. മെക്കാനിക്കലി ഫിറ്റ് ആണല്ലേ? 2013 ബ്രയോ റേറ്റ് എത്ര ചോദിക്കുന്നത്? 3.55 കൊടുക്കാം. 3.55 2013 CVT-ലേക്ക് വരുന്നേരമുള്ള റേറ്റ് ആണ് ഓട്ടോമാറ്റിക് വണ്ടിക്ക്. ശരിക്കും ലോണൊക്കെ ഏകദേശം 3.25 മുകളിൽ കിട്ടുന്നുണ്ടാവും. ഫുൾ ലോൺ പറയാൻ പറ്റുമോ? ഫുൾ ലോൺ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓട്ടോമാറ്റിക് വണ്ടിനെ കൂടെ റേറ്റ് വ്യത്യാസം വരുന്നത്. ചാലക്കുടിയാണ് KL 64 അല്ലേ? ഓക്കെ, വെർണയാണ്. സാക്ക് അടുത്ത വണ്ടി വന്നിട്ടുണ്ട്. ഹ്യുണ്ടായിന്റെ വെർണയാണ്. KL 17 രജിസ്ട്രേഷൻ. ഇത് CRD-ന്റെ ബാഡ്ജിങ് കാണുന്നുണ്ട്. ഡീസൽ അല്ലേ? 1.6 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയിരിക്കും വരുന്നത്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയേഴ്സ് അത്യാവശ്യം 4 നല്ല പോലെ കാണുന്നുണ്ട്. വണ്ടി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അതാണ് നേരെ പുറകിൽ കാണുന്ന ഈ ഒരു ചളി ഫുള്ള് വണ്ടിയുടെ മുകളിൽ. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1 ലാഖ് ഓടിയിട്ടുണ്ട്. സ്വാഭാവികം. ഡീസൽ വെർണയാണ്. ലോ കിലോമീറ്റർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 13 വെർണ. എയർ ബാഗ് വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് ഫങ്ഷൻസ് വരുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC എല്ലാം വരുന്നുണ്ടാവും. 13 വെർണ S. നല്ല വണ്ടിയാ? നല്ല വണ്ടി, ക്വാളിറ്റിയുള്ള വണ്ടി. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക്? അതെ, ഫുൾ ലോൺ ചെയ്യാം. അടുത്ത് വാഗനർ VX വണ്ടി 2015 മോഡല്. 2015 വാഗനർ VX. റേറ്റ് എത്രയാ? 2.55 കൊടുക്കാം. സെൽറ്റോസ് വില ആവുന്നുള്ളൂ. ഓക്കെ. സ്വിഫ്റ്റ് വില ആവുന്നുള്ളൂ. വാഗണർ അല്ല, സെലേറിയോ കൊടുക്കാം നമുക്ക്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടി. വില ആയിട്ടുണ്ടോ? റേറ്റ് ആവുന്നുള്ളൂ. ഈ വാഗണറോ? വാഗനർ വരുന്നത് 2019 വണ്ടിയാണ്. 40,000-നുള്ളിൽ ഓടിയിട്ടുള്ളൂ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി.
40,000 താഴെ ഓടിയിട്ടുള്ള 2019 വാഗണർ വാറന്റി കിട്ടുന്ന വണ്ടിയാണോ? ഓ, കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. റേറ്റ് എത്ര വരുന്നത്? 460 460 ആണ് വാഗണറിന് റേറ്റ് വരുന്നത്. 2019 ഫുൾ ഓൺ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കൂ. വണ്ടി ലോക്കായിരിക്കും സൗക. വണ്ടി ലോക്കാണ്. ഇത് വാഗണർ VXI അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ വണ്ടിക്ക്? ക്ലീൻ പീസ് ആണ്. ഇങ്ങനെയുള്ള കുറച്ച് അടിപൊളി വണ്ടികളുടെ കളക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞായറാഴ്ച മുതലുള്ള മേളയിൽ ഉണ്ടാവുക. ലോ കാറ്റഗറി വണ്ടികൾ ഒരുപാട് വരാനുണ്ട്. ലോ ബഡ്ജറ്റ് വണ്ടികൾ ശരിക്കും ഇതല്ല വണ്ടികളല്ലേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ആ ഒരു ബാക്കത്തെ ഏരിയ ഫുള്ള് 1,00,000 താഴെ ഏകദേശം 25ഓളം വണ്ടികൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ലോ ബഡ്ജറ്റിൽ താഴെ നമുക്ക് കുറച്ച് വണ്ടികളെ കാണുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ വണ്ടി വരാനുണ്ട്. ഏകദേശം അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടി കഴിഞ്ഞ പ്രാവശ്യം മേളേനേക്കാളും കൂടുതൽ ഇത്തവണ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അതെ അതെ. ഒരു 10-40 പാർക്കിംഗ് സെയിൽ തന്നെ നമുക്ക് കൂടുതൽ വരാണ്ട്. അപ്പൊ അത്യാവശ്യം വണ്ടി കളക്ഷൻ ഉണ്ടാവും. മാക്സിമം ഫുൾ ഓൺ കാറ്റഗറി വണ്ടി. ഇങ്ങനെയുള്ള കുറച്ച് അടിപൊളി വണ്ടികളുടെ കളക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞായറാഴ്ച മുതലുള്ള മേളയിൽ ഉണ്ടാവുക. ഒരുപാട് ലോ കാറ്റഗറി വണ്ടികൾ ഒരുപാട് വരാനുണ്ട്. ലോ ബഡ്ജറ്റ് വണ്ടികൾ ശരിക്കും ഇതല്ല വണ്ടികളല്ലേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ആ ഒരു ബാക്കത്തെ ഏരിയ ഫുള്ള് 1,00,000 താഴെ ഏകദേശം 25ഓളം വണ്ടികൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ലോ ബഡ്ജറ്റിൽ താഴെ നമുക്ക് കുറച്ച് വണ്ടികളെ കാണുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ വണ്ടി വരാനുണ്ട്. ഏകദേശം അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടി കഴിഞ്ഞ പ്രാവശ്യം മേളേനേക്കാളും കൂടുതൽ ഇത്തവണ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അതെ അതെ. ഒരു 10-40 പാർക്കിംഗ് സെയിൽ തന്നെ നമുക്ക് കൂടുതൽ വരാണ്ട്. അപ്പൊ അത്യാവശ്യം വണ്ടി കളക്ഷൻ ഉണ്ടാവും. മാക്സിമം ഫുൾ ഓൺ കാറ്റഗറി വണ്ടി. മാക്സിമം ഫുൾ ഓൺ കാറ്റഗറി വണ്ടികൾ ഉണ്ടാവും. അപ്പം ലൊക്കേഷൻ മറക്കേണ്ട. നേരെ പുറകിൽ കാണുന്നത് പുളിക്കല്, നമ്മളെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഹൈവേ ആണ്. കഴിഞ്ഞ പ്രാവശ്യം പോലെ വന്നിട്ട് റേറ്റ് പറഞ്ഞിട്ട് അദ്ദേഹം മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റില് നമുക്ക് വണ്ടി കൊടുക്കാം. വാഗനറുകള് 2013-14 കാറ്റഗറി വാഗനർ വരാനുണ്ട്. ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. വാഗനർ തന്നെ ഒരു ഏകദേശം ഇയോൺ കാറ്റഗറി വരാനുണ്ട്. ഇയോൺ ഏകദേശം ഒരു 10 വണ്ടി. ബാക്കിലൊക്കെ നമുക്ക് കാണാം ഓരോ വണ്ടി വന്നുകൊണ്ട് നിൽക്കുന്നത്. ഫിയസ്റ്റ വന്നിട്ടുണ്ട്, ഇപ്പം ബലേനോ വന്നിട്ടുണ്ട്. ഫിയസ്റ്റയ്ക്ക് വില ആയിണ്ടോ? ഏകദേശം ഇല്ല, വില ആയിട്ടില്ല. ഏകദേശം ഫുള്ള് വില ആക്കി തരാം. നാളത്തെ വീഡിയോയിലൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഏകദേശം ഫുള്ള് വണ്ടിന്റെ വിലക്ക് സെറ്റ് ആക്കല്ലേ. ഒന്ന് വരുന്നത് നമ്മളെ കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസിൽ വലതുഭാഗത്ത് കാണുന്നത് രാമനാട്ടുകര മേൽപ്പാലമാണ്. മേൽപ്പാലത്തിന് തൊട്ടടുത്തുള്ള രാമനാട്ടുകര ജംഗ്ഷന്റെ അടുത്തുള്ള ഈ ഒരു ഗ്രൗണ്ടിലായിട്ട് കോഴിക്കോട് എയമോട്ടോസ് നടത്തുന്ന മേള ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. മാർച്ച് 6, 7, 8 മേള പറഞ്ഞായിരുന്നു. ഇപ്പൊ എത്രയിലേക്ക് മാറ്റിയിട്ടുണ്ട്? 9 എത്തിയിട്ടുണ്ട്. ഇനി ഞായറാഴ്ചയിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യോ നോക്കാം നമുക്ക്. കസ്റ്റമേഴ്സ് കുറെ ആൾക്കാരെ വിളിച്ചിട്ട് വരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ലക്ഷം വരെ ഓഫർ റേറ്റിലാണ് ഇവിടെ വണ്ടികൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. സാൻഡ്രോ ഇത് 2009 മോഡലാണ്. മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ച വണ്ടിയാണ്. ഇതിപ്പോ എത്രയ്ക്ക് കൊടുക്കുന്നത്? 75 കൊടുക്കാം. ആ ഫൈനലല്ലോ, ഇനി കുറയ്ക്കും ചെയ്യും. വണ്ടി ഒന്ന് കാണിച്ചേ. 2009 സാൻഡ്രോ GLS ആണോ GL ആണോ? GLS ആണ്. AC വർക്ക് ചെയ്യും, പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യും, എല്ലാം ഫംഗ്ഷൻസും വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാണോ ഇത്? നല്ല വണ്ടിയാണ്. അത്യാവശ്യം ബോഡി ഷേപ്പ് ഉണ്ട്. റിന്യൂവലിന് ഇതേ കണ്ടീഷനിൽ കയറ്റി കഴിഞ്ഞാൽ ചെറിയ ടച്ചപ്പും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റിന്യൂവലിന് കയറുന്നതാണ്. 13 റുപ്യ റിന്യൂവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2009 സാൻഡ്രോ നമുക്ക് ഏകദേശം ഒരു 90 രൂപയ്ക്ക് താഴെയായിട്ട് റിന്യൂവൽ കഴിഞ്ഞ് നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ടാവും. 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടി. കഴിഞ്ഞ വീഡിയോയിൽ വോയിസ് കുറച്ച് കട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് പിന്നെയും വണ്ടികളൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. 2013 പ്രയോ ഉണ്ട്. പുറകിൽ വേറൊരു സാൻഡ്രോ കാണണ്ടല്ലോ, പുതിയ വന്നതാ. അരുണേ, ഒരു സാൻഡ്രോ കൂടെ കാണുന്നുണ്ട്. ഇതേതാ മോഡല്? ഇത് നമുക്ക് 2009 GLS അല്ലേ? GLS ആണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന മോഡലാണ്. പവർ വിൻഡോസും വരുന്നുണ്ടാവില്ലേ GLSലേക്ക് വരുന്ന നേരം? ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് എത്ര വരുന്നത്? 90 രൂപ ആസ്കിംഗ് റേറ്റ് ആണ്. ചെയ്ത് കൊടുക്കാം, മാറ്റി ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടിയാ. ക്വാളിറ്റിയുള്ള റേറ്റ് വ്യത്യാസം കൊണ്ടാണ്. അത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 77,000 കിലോമീറ്റർ. മറ്റേത് 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ. പിന്നെ നമ്മളെ മൈക്ര ഉണ്ട്. മൈക്ര 2017 മോഡല് 70,000 കിലോമീറ്റർ റേഞ്ചിൽ ഓടിയിട്ടുള്ള XL 2 ഡോർ പവർ വിൻഡോസ് ഒക്കെ വരുന്ന മിഡിൽ ഓപ്ഷൻ വണ്ടി. എയർ ബാഗ് വരുന്നുണ്ട്. അതിന് 2017 മൈക്ര ഉണ്ട്. നമ്മളെ XL എന്നുള്ള വേരിയന്റിൽ. ഇത് എൻക്വയറി ഉണ്ടായിരുന്നു ഇതിന്? ഇതിന് 2 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് മൈക്ക് കട്ടായതിന്റെ ഒരു വിഷയം എല്ലാരും പറഞ്ഞ വീഡിയോ കമന്റ്സിലൊക്കെ ഞാൻ കണ്ടു. ഇറക്കിയത് XL എയർ ബാഗ് വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വണ്ടി അല്ലേ? ജസ്റ്റ് ഇന്റീരിയർ ഒന്ന് കാണിച്ചു നോക്കിയേ.
അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കിലോമീറ്റർ ഒരുപാട് ഓടിയിട്ടും ഇല്ല. 80 something. നിസാന്റെ 1.2 ലിറ്റർ എഞ്ചിന് 13 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് റേറ്റ് 3.5 3.4 റേറ്റ്. പക്ഷെ 3.5 എത്തിച്ചിട്ടുണ്ട്. അത് ഇനിയും കുറച്ച് കൊടുക്കും, ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളെ സാൻഡ്രോ ഉണ്ട്, 2020-21 സാൻഡ്രോ 1.1 ലിറ്റർ എഞ്ചിൻ സ്പോർട്സ് എന്നുള്ള വേരിയന്റ്. ഇത് അടിപൊളി ചാൻസ് റേറ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അത് മൈക്കില് കട്ടായി പോയതിനെ കൊണ്ടാണ് കേൾക്കാഞ്ഞത്. ഇതില് എയർ ബാഗ് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ആകെ 48,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഫെബ്രുവരി വരെ കമ്പനി വാറന്റി ഉണ്ടായിരുന്ന വണ്ടിയാണ്. 2021 രജിസ്ട്രേഷൻ ആയതുകൊണ്ട് 20 മോഡലില് ഇത് നമുക്ക് ഏകദേശം 14 ഒക്കെ തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. 13, 14, 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. റേറ്റ് നമുക്ക് വരുന്നത് 3.90 എത്തിയിട്ടുണ്ട്. 4.4 വരെ നമുക്ക് മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്. വാല്യുവേഷന് ഏകദേശം 4.4 റേഞ്ചിൽ ഫുൾ ലോണും 30,000 ഒക്കെ ക്യാഷ് ബാക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ്. പ്രൊഫൈൽ പോലെ അങ്ങനെയുള്ള ഒരു വണ്ടിയാണ് സാൻഡ്രോൻ്റെത്. ന്യൂ ഷേപ്പ് ആണ്. പിന്നെ ഉള്ളത് നമ്മളെ എമേസ് 2016 എമേസ്. ഇത് എത്രയായിരുന്നു റേറ്റ്? 2016 ഇ എന്നുള്ള വേരിയന്റ് ഡീസൽ എഞ്ചിന് 1,10,000 കിലോമീറ്റർ. 4.35 2016 എമേസ് EMT ആണ്. സോണിന്റെ ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോസ് ഒക്കെ വരുന്ന നല്ല ഷേപ്പുള്ള ID ടെക് എന്നുള്ള ഡീസൽ എഞ്ചിന് 2016 എമേസ് 4.35. അതിനിയും കുറയും ചെയ്യും. ലോൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയായാലും നമുക്ക് 2016 4.5 വരെയൊക്കെ നമുക്ക് ലോൺ ശരിക്കും കിട്ടേണ്ടതാണ്. 4.65 മുന്നേ, അതെ 4.80 മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് RC ഓണർഷിപ്പിലേക്ക് എത്തിയിട്ടുള്ളൂ. റീപ്ലേസ് ഒന്നും വന്നിട്ടില്ല. കമ്പനി സ്റ്റേലുള്ള സെക്കൻഡ് ഓണർഷിപ്പ് നല്ല വണ്ടി. ആ റേറ്റ് 4.35 കുറയും ചെയ്യും. പിന്നെ A-Star ഒരു 2014 ഉണ്ടായിരുന്നല്ലോ, ബുക്കിംഗ് ആയി. KUV ഉണ്ട്, ബുക്കിംഗിലേക്ക് എത്തിയിട്ടുണ്ടോ? സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫൈനലൈസ് ആവും. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ എഞ്ചിൻ M Falcon ആയിരിക്കും എഞ്ചിൻ വരുന്നത്. 20 പുറത്ത് മൈലേജ് കിട്ടുന്ന 6 സീറ്റർ വണ്ടി. അത്യാവശ്യം ബാക്ക് പെയിൻ ഒക്കെ കാര്യമുള്ളവർക്ക് പറ്റുന്ന രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷൻ ആണ് മഹീന്ദ്ര ഈ ഒരു വണ്ടിയിൽ ഇറക്കിയിട്ടുള്ളത്. K8 എന്നുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല. റേറ്റ് മുന്നേ 4.4 ചോദിച്ച വണ്ടിയാണ്. ഇപ്പൊ ഇതിന് ചോദിക്കുന്ന റേറ്റ് 3.95 ആണ്. ഇന്റീരിയർ സൈഡിലേക്ക് വരുന്നേരം നമുക്ക് എയർ ബാഗ്സ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡാഷ്ബോർഡിലായിരിക്കും ഗിയർ ബോക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ചെറിയ ഒരാളെയും കൂടി ഇരുത്തിയിട്ട് ടോട്ടൽ 6 സീറ്റർ ആക്കിയിട്ട് വണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയും പറ്റുന്നുണ്ടാവും. ഇതിനിവിടെ ഇപ്പൊ ചോദിക്കുന്ന റേറ്റ് 30,000 അടുത്ത് കുറച്ചിട്ട് 3.95 ആണ്. ലോണ് നമുക്ക് എങ്ങനെയാലും 4-4.4 റേഞ്ചിൽ ലോണ് പ്രൊഫൈൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കയറുന്നതാണ്. എങ്ങനെയാലും ഫുൾ ലോൺ കയറാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി ഉള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് വണ്ടികളായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. മൈക്ക് കട്ടായതിനെ കൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒമ്നി 2018 ഉണ്ടായിരുന്നു 2.50, അത് ബുക്കിംഗ് ആയിട്ടുണ്ട്. 2019 ഓൾട്ടോ 800 ഉണ്ടായിരുന്നു 2.85, അതും ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ 2 വണ്ടികളും വാറന്റി ഉള്ള വണ്ടികളാട്ടോ. ഈ കാണിച്ച സ്റ്റോക്ക് അല്ല. ഇതല്ലാതെ ഇത് മുന്നത്തെ വീഡിയോയിൽ കാണിച്ച ജസ്റ്റ് നമ്മൾ റിവൈൻഡ് ചെയ്യുന്നുള്ളൂ. ഇതല്ലാതെ കുറേ വണ്ടികളുണ്ട്. 2019 വാഗണർ 4.5 റേഞ്ചിൽ വരുന്നതുണ്ട്. ആ വണ്ടി എവിടെയാ, ഏതാണ്? K77 അക്കൗണ്ട്. ഈ ഒരു വാഗണറിന് ഇവിടെ ചോദിക്കുന്നത് 4.60 4.5 എങ്ങാണ്ടാണ്. 2.95 ഒരു ഹോണ്ടന്റെ ബ്രയോ ഉണ്ട് ബാക്കില്. ബ്രയോ എന്താ കൺഫേം ആയോ? ബുക്കിംഗ് ആയിട്ടില്ല. എൻക്വയറി ഉണ്ട്, ലോണിന് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ചേട്ടൻ സൈഡ്. അപ്പം KL77 രജിസ്ട്രേഷൻ ഇല്ല, യൂട്യൂബിൽ പെട്ടെന്നൊന്നും വരില്ല, പേടിക്കണം. ഇത് VSI ആണോ? 1 ലിറ്റർ ആണോ 1.2 ആണോ? 1 ലിറ്റർ എഞ്ചിനില് VSI. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നില്ല, പക്ഷേ എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ K സീരീസ് എഞ്ചിൻ അതിനെ കൊണ്ട് നമുക്ക് ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ട്രൂ വാല്യൂന്റെ വാറന്റി കിട്ടൂല ഈ വണ്ടിക്ക്? വാറന്റി കിട്ടുന്ന വണ്ടിയാണ്. 6 മാസം വാറന്റി കിട്ടുന്ന ട്രൂ വാല്യൂന്റെ 3 ഫ്രീ സർവീസ് ഒക്കെ കിട്ടുന്ന വണ്ടി. ഇതിനിവിടെ ചോദിക്കുന്ന 19 വാഗണർ 4.60 ആണ്. അത് ഇനിയും കുറയുന്നുണ്ടോ? ഫുൾ ലോൺ തന്നെ കയറാൻ വേണ്ടി പറ്റാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് കളക്ഷനാണ് ശനിയാഴ്ചയും കൂടെ 9-ാം തീയതിയും കൂടെ നമ്മുടെ ട്രൂ വാല്യൂന്റെ മെഗാമേള നീട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങൾ നീട്ടിയാണോ കസ്റ്റമർ നീട്ടിയാണോ? കസ്റ്റമേഴ്സ് കുറെ ആൾക്കാർ വീഡിയോയിലും ഇൻഫോയിലൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ വരാൻ പറ്റുന്ന നാളെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട്. എമേസ് ശരിക്കും പറഞ്ഞാൽ പോകണ്ടല്ലേ? അമേസിന് എൻക്വയറി ഉണ്ട്. മറ്റേ അമേസ് ബുക്കിംഗ് തൊട്ടടുത്ത് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്ത അമേസ് ബുക്കിംഗ് ആയിട്ട് അത് പോയി. ഇതാ അവിടെ ഉണ്ട് ബുക്കിംഗ് സ്ലിപ്പ് ഇട്ടത്. എവിടെ? ഇത് ബുക്കിംഗ് ഏതാണ്? ഇത് ബുക്കിംഗാ? സ്ലിപ്പ് ഇട്ടില്ലല്ലോ. ബുക്കിംഗ് അല്ലേ? ഇത് ബുക്കിംഗ് ആയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരു നെക്സോൺ EV ഉണ്ടായിരുന്നല്ലോ, അതവിടെ 2 ലക്ഷം ക്യാപ്പുള്ള. കമോൺ,
അതും കൂടെ കാണിച്ചോളാം. ആ മറ്റേ വാഗണാറോ 2014 വാഗണാർ ബുക്കിംഗ് സ്ലിപ്പ് ഇട്ട് രണ്ടും കിടക്കണം. എവിടെ? ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച 2014 വാഗണാർ ആയിരുന്നു. 2014 സോറി 2015 വാഗണാർ ആയിരുന്നു. വാഗണാർ LXI 3 എത്രയ്ക്ക് പോയത്? 3 പോയോ? റേറ്റ് നോക്കണം. വേറെ 320 ആയിരുന്നു റേറ്റ് കാണിച്ചത്. ബുക്കിംഗ് ആയിട്ടുണ്ട്. നീ വണ്ടി കാണിക്കണ്ട, നീ എന്തായാലും മറച്ചു വെക്കാൻ പറ്റൂല. കമോൺ, രണ്ടും ബുക്കിംഗ് ആയി. ഇതും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചോട്ടെ. 3 ലക്ഷം രൂപ റേഞ്ചിൽ ഈ വണ്ടി ഒന്ന് കാണിച്ചേക്ക്. ഈ വണ്ടി ബുക്കിംഗ് ആയിട്ടുണ്ട്. കമോൺ കമോൺ. ഇനി നമുക്ക് നേരെ നെറ്റ്സോണിലേക്ക് പോവാം. ആ കാണുന്നത് ഒരു SUV, ഐ മീൻ ആ കാണുന്നത് ഒരു 800 അല്ലേ? 6 മാതിരിയൊക്കെ ഉണ്ടല്ലോ നിർത്തി വെച്ചത്. അതെ, വാറന്റി ഉള്ള വണ്ടിയെ കൊണ്ട് എങ്ങനെ നിർത്താലോ. ഇവിടെ ഓഫർ എന്ന് പറയുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു SUV വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 16 ലക്ഷം രൂപയ്ക്ക് പുറത്ത് അതിന് റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ റേറ്റ് വന്നിട്ടുള്ളത് 11.25 പുതിയ വണ്ടിക്ക് ഏകദേശം 18 അടുത്ത് തന്നെ റേറ്റ് ഉണ്ട്. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള, ഇനി കമ്പനി വാറന്റി ആണല്ലോ, ബാറ്ററിക്കാണോ വാറന്റി ഉള്ളത്? ബാറ്ററിക്ക് ഇനിയും വാറന്റി ഉള്ള നെറ്റ്സോണിന്റെ EV ആണ്. 11.25 ഇവിടെ ഇനി റേറ്റ് വെച്ചിട്ടുള്ളത്. അത് ഇനിയും കുറച്ച് കൊടുക്കാം. KL10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നെറ്റ്സോൺ EV എന്നാണ് വേരിയന്റിന്റെ പേര്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2021 മോഡലാണ്. അയ്യോ, ഒരു 300 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. 300 കിലോമീറ്റർ റേഞ്ചിൽ മൈലേജ് ഉണ്ട്. കമ്പനി 420 അങ്ങോട്ടാണ് പറഞ്ഞത്. ഇന്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ വണ്ടി ലോക്കാണ്, പക്ഷെ കാണാൻ പറ്റും. എയർ ബാഗ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്രൈവിംഗ് മോഡ് വരുന്നുണ്ടാവുമല്ലോ? ഇല്ല, ഇത് ഓട്ടോമാറ്റിക് അതിനെക്കൊണ്ട് ഡ്രൈവിംഗ് മോഡ് കാര്യങ്ങളൊന്നും ഇല്ല. OE alloy wheels എല്ലാം വരുന്ന നെറ്റ്സോൺ EV. ഇതിന് റേറ്റ് എത്ര വരുന്നത്? ഇപ്പോൾ നിലവിൽ 11.25. ലോൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ലോൺ ചെയ്യാൻ പറ്റൂലേ? ഏകദേശം ഫുൾ ലോൺ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു 5-6 വണ്ടി നമ്മൾ കാണിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതിലും കൂടുതൽ ഇഷ്ടംപോലെ ഇവിടെ വണ്ടികളുണ്ട്. ഏകദേശം പുറകിലോട്ട് കാണുകയാണെങ്കിൽ എത്ര വണ്ടി ബുക്കിംഗ് ആയിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് രാത്രിത്തേക്ക് കൺഫർമേഷൻ ഇവർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നിലവിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അൾട്ടോണൂർ എന്താ കാണിക്കാത്ത, ജസ്റ്റ് ഒന്നൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചാലേ. അൾട്ടോണൂർ കുറെ ആൾക്കാർ എൻക്വയറി ഉണ്ട്, കുറെ ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അൾട്ടോണൂർ ഏതാ കാണിക്കേണ്ടത്. അല്ല, എല്ലാ വണ്ടികളും ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന്. ചെറിയ വില, വാറന്റി ഒക്കെ വാറന്റി ഉള്ള വണ്ടികളാണ്. റേറ്റ് എത്ര? ബുക്കിംഗ് ആയിട്ടുണ്ട്. ഏതാണ് ഇതോ? നമ്മൾ ഇന്നലെ കാണിച്ചോണ്ട് 2019 വണ്ടി 19 എയർ ബാഗ് വരുന്ന 285 അത് ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ വാഗണർ, ഐ മീൻ ഓൾട്ടോണറുകൾ ഉണ്ട് 2 സൈഡിലായിട്ട്. കാരണം ഇപ്പൊ നിലവിൽ ഈ ഒരു മേളയിൽ ഇവിടെ എത്ര വണ്ടി വിറ്റ് പോയിട്ടുണ്ട്? നമ്മളിപ്പം ഓൾറെഡി ഒരു 75-ന്റെ മുകളിൽ ബുക്കിംഗ് ആയിട്ടുണ്ട്. 75-ന് മുകളിൽ വണ്ടി ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇവിടെ നിലവിൽ ടോട്ടൽ സ്റ്റോക്ക് പറഞ്ഞാൽ ഏകദേശം 200-ന് അടുത്താണ്. അതിൽ 75 വണ്ടി ബുക്കിംഗ് ആയിട്ടുണ്ട്. കസ്റ്റമേഴ്സ് ആണ്. ഓക്കെ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എക്സിക്യൂട്ടീവ്സ് എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ ഈ ഒരു മേള ഒരു ദിവസം കൂടെ ഉണ്ട്. രാമനാട്ടുകര മേൽപ്പാലത്തിന് തൊട്ടടുത്തായിട്ട്. മിസ് ചെയ്യേണ്ട ഒരു മേളന് ലൊക്കേഷൻ കൂടെ ഉണ്ട്. പക്ഷെ ആ മേള സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത് ലൊക്കേഷൻ വരുന്നത് നമ്മളെ രാമനാട്ടുകരയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ അപ്പുറത്തായിട്ട് പുളിക്കലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോൻ്റെ ഗ്യാപ്പിലായിട്ട് അതത് വീഡിയോൻ്റെ ഷോറൂമുകളുടെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരെ വിളിച്ചിട്ട് മാത്രം അതത് വണ്ടികളുടെ റേറ്റ് ചോദിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ കമ്പനി, അതായത് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. മൈക്ക് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇത്രയൊക്കെ നമ്മൾ വീഡിയോയിൽ പറയണം. മറ്റൊരു വീഡിയോ കാണുമ്പോൾ സൈനിങ് ഓഫ്. അഡിയോസ്.